നമസ്കാരം. അമേരിക്ക-ഇറാൻ ബന്ധത്തിൽ വീണ്ടും സംഘർഷം കനക്കുന്നതിനിടെ കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്നെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചാൽ 1000 മിസൈലുകൾ സജ്ജമാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ പ്രധാന അജണ്ടയാക്കി ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതിനിടെ ഇന്ത്യയുടെ UPI ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ന്യൂസിലൻഡുമായി ബന്ധിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ആസൂത്രണം നടത്തുന്നുവെന്ന ആരോപണങ്ങൾക്കിടെ മുന്നറിയിപ്പുമായി US പ്രസിഡന്റ്. തന്നെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചാൽ ആ രാജ്യത്തെ ലക്ഷ്യമിട്ട് 1000 മിസൈലുകൾ സജ്ജമാണെന്ന് ട്രംപ് പറഞ്ഞു. അത്തരമൊരു നീക്കമുണ്ടായാൽ ഇറാനെതിരെ വൻ സൈനികാക്രമണം നടത്താൻ US സൈന്യത്തിന് മുൻകൂട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിക്കാനോ ഇറാൻ ഒരുങ്ങിയാൽ 1000 മിസൈലുകൾ ഇറാൻ ലക്ഷ്യമിട്ട് സജ്ജമാണെന്നും ആദ്യ ആക്രമണത്തിന് പിന്നാലെ ആയിരക്കണക്കിന് മിസൈൽ കൂടി പ്രയോഗിക്കും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇതിനോടകം ഉത്തരവുകളും നൽകിയിട്ടുണ്ട്. US സൈന്യം സജ്ജമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനെ പൂർണ്ണമായും തകർക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ US സൈന്യത്തിന് നേരത്തെ നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു. 1 വർഷത്തേക്ക് ആ നിർദ്ദേശം പ്രാബല്യത്തിലായിരിക്കുമെന്നും ആവശ്യമെങ്കിൽ അത് ദീർഘിപ്പിക്കുമെന്നും വ്യക്തമാക്കി. ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തെന്ന രഹസ്യാന്വേഷണ വിവരം ഇസ്രയേൽ അമേരിക്കയ്ക്ക് കൈമാറിയതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ പുനരാരംഭിച്ച പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലെ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണം തങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു പിഴവാണെന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശകരോട് രഹസ്യമായി സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ പുറത്ത്. സമാധാന പ്രക്രിയയെ അട്ടിമറിക്കാൻ തീവ്രവാദികൾ ബോധപൂർവം തുരങ്കം വെച്ചതാണ് എന്നാണ് ചില ഇറാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് US മാധ്യമമായ CBS റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെടിനിർത്തൽ അവസാനിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും നയതന്ത്ര ചർച്ചകൾ തുടരാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന സൂചനയും ഇറാൻ നൽകിയിട്ടുള്ളതായാണ് വിവരം. അതേസമയം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായി കണക്കാക്കുന്ന ഈ സംഭവത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള പരസ്യമായ കുറ്റസമ്മതമാണ് എന്നും വൈറ്റ് ഹൗസ് ആവശ്യപ്പെടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയും കപ്പൽ ഗതാഗതവും പ്രധാന അജണ്ടയാക്കി ഇരു രാജ്യങ്ങളും ഒമാന്റെ മധ്യസ്ഥതയിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായതായി റിപ്പോർട്ടുകൾ. ആഗോള എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ അടുത്തിടെ ഉണ്ടായ ആക്രമണങ്ങളും സംഘർഷങ്ങളും ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു. കപ്പലുകൾക്ക് സുരക്ഷിതവും തടസ്സരഹിതവുമായി യാത്ര ഉറപ്പാക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഒമാൻ. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഒമാനിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഹോർമൂസ് കടലിടുക്കിലെ സാഹചര്യം, മേഖലാ സുരക്ഷ, US ഇറാൻ ചർച്ചകളുടെ തുടർ നടപടികൾ എന്നിവ പ്രധാനമായി ചർച്ചയാകും. അതേസമയം ആണവ പരിപാടി, ഉപരോധങ്ങൾ, സമ്പുഷ്ട യുറേനിയം ശേഖരം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചകളിൽ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് ഇന്ത്യൻ നാവികസേനയ്ക്ക് സമർപ്പിച്ചു. പ്രൊജക്ട് 17A ഭാഗമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണിത്. ശത്രുക്കളുടെ റഡാറിൽ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്ത സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ, ആധുനിക മിസൈൽ സംവിധാനങ്ങൾ, റഡാർ സെൻസറുകൾ എന്നിവയാണ് കപ്പലിൻ്റെ പ്രധാന സവിശേഷതകൾ. സമുദ്ര സുരക്ഷയും നാവികസേനയുടെ പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കാൻ INS മഹേന്ദ്രഗിരി സഹായിക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പദ്ധതികളുടെ ഭാഗമായി ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്ക് ഈ യുദ്ധക്കപ്പൽ കൂടുതൽ കരുത്തു പകരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI ന്യൂസിലാൻഡിൻ്റെ പേയ്മെൻറ്റ് സംവിധാനവുമായി ബന്ധിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മോദിയുടെ പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിലേക്ക് ബന്ധം ഉയർത്താനും തീരുമാനിച്ചു. UPI ന്യൂസിലാൻഡിൻ്റെ പേയ്മെൻറ്റ് സംവിധാനവും ബന്ധിപ്പിക്കുന്നതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പണം ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും നടത്താനാകും. വിനോദസഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രവാസികൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഈ നീക്കം
ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതുമേഖല അടിസ്ഥാന സൗകര്യങ്ങൾ ആഗോളതലത്തിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്ന് മോദി വ്യക്തമാക്കി. സാമ്പത്തിക സഹകരണം, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തി. രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും ബാധകമാകുന്ന ഏകീകൃത നിയമങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ഒരുങ്ങുന്നു. വാട്സാപ്പിന്റെ പുതിയ യൂസർ നെയിം ഫീച്ചറിനെ ചൊല്ലി ഉയർന്ന സുരക്ഷാ ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. നിലവിൽ ഒരു ആപ്പിനെ മാത്രം ലക്ഷ്യമിട്ട് നടപടി സ്വീകരിക്കുന്നതിന് പകരം വാട്സാപ്പ്, ടെലഗ്രാം, സിഗ്നൽ ഉൾപ്പെടെ എല്ലാ മെസ്സേജിംഗ് സേവനങ്ങൾക്കും ഒരേ നിയമം നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി ബന്ധപ്പെട്ട കമ്പനികളുമായി ഉടൻ ചർച്ച നടത്തും. മെസ്സേജിംഗ് ആപ്പുകളിലെ പുതിയ ഫീച്ചറുകൾ ആൾമാറാട്ടം, ഓൺലൈൻ തട്ടിപ്പ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്താനാണ് കേന്ദ്രത്തിൻ്റെ നീക്കം. നിലവിലെ IT നിയമങ്ങളിൽ ഇത്തരം ഫീച്ചറുകളെക്കുറിച്ചുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇല്ലാത്തതിനാൽ പുതിയ ചട്ടങ്ങളിലൂടെ ആ വിടവ് നികത്താനാണ് ശ്രമം. അതേസമയം വാട്സാപ്പും ടെലഗ്രാമും സർക്കാരിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട്. സിഗ്നൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പുതിയ നിയമങ്ങൾ ആപ്പുകളുടെ രൂപകൽപ്പനയിലും ഫീച്ചറുകളിലും സർക്കാരിൻ്റെ ഇടപെടൽ വർദ്ധിപ്പിക്കുമെന്ന ആശങ്ക ഡിജിറ്റൽ അവകാശ പ്രവർത്തകർ ഉയർത്തുന്നുമുണ്ട്. വയനാട് ജില്ലയിലെ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായുള്ള ട്രക്കിംഗ്, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, സാഹസിക വിനോദ കേന്ദ്രങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് ജില്ലാ കളക്ടർ DR മേഘശ്രീ ഉത്തരവിട്ടു. അതേസമയം മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 8, 9, 10, 11, 12, 13 വാർഡുകളിലെ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായുള്ള ട്രക്കിംഗ്, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ എടയ്ക്കൽ ടൂറിസം കേന്ദ്രത്തിനും മാനന്തവാടി താലൂക്കിലെ മുനീശ്വരം കുന്ന് കുറുവാദ്വീപ് ടൂറിസം കേന്ദ്രങ്ങൾക്കും നിയന്ത്രണങ്ങൾ തുടരും. കാറുകളുടെ പ്രവർത്തനങ്ങൾക്കും യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തുടരും. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം 2025 സെക്ഷൻ 51, 55 വകുപ്പുകൾ പ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. സ്കൂളുകളുടെ ഫിറ്റ്നസും തസ്തിക നിർണയവും ജീവനക്കാരുടെ ശമ്പളവും ബന്ധിപ്പിച്ച് സുരക്ഷയെ നിലപാട് കടുപ്പിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ തുറക്കാൻ വേണ്ടി മാത്രമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും താൽക്കാലിക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച സ്കൂളുകളിലെ അധ്യാപകരും ജീവനക്കാരുമാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പ്രൊവിഷണൽ ഫിറ്റ്നസ് നൽകാൻ ചട്ടമോ ഉത്തരവോ ഇല്ലാത്തതിനാൽ അത്തരം സ്കൂളുകളിൽ തസ്തിക നിർണയം നടത്താനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. ഈ സ്കൂളിലെ അധ്യാപകർക്ക് ജൂലൈ 15 മുതലുള്ള ശമ്പളം നൽകാനാവില്ലെന്നും അധ്യാപകരെ സീനിയോറിറ്റി അടിസ്ഥാനമാക്കി ക്രമീകരിക്കാനുമാണ് നിർദ്ദേശം. ഒരു അധ്യയന വർഷത്തേക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് തസ്തിക നിർണയ ഉത്തരവ് നൽകുന്നതെന്ന് വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്തെ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ അധ്യയന വർഷത്തെ അധ്യാപക നിയമനങ്ങൾ പ്രതിസന്ധിയിൽ. സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധികളെ നിശ്ചയിച്ചുകൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് വൈകുന്നതാണ് എയ്ഡഡ് സ്കൂളുകളിലെ ഉദ്യോഗാർത്ഥികളെ ഒരുപോലെ വലയ്ക്കുന്നത്. സർക്കാർ പ്രതിനിധിയില്ലാതെ സെലക്ഷൻ കമ്മിറ്റി കൂടാനോ ഇന്റർവ്യൂ നടത്താനോ KER നിയമപ്രകാരം സാധിക്കില്ല. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ജൂൺ 21 ഗവൺമെന്റ് നോമിനികളുടെ പാനൽ അംഗീകരിച്ച ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിച്ച് 1.5 മാസം പിന്നിട്ടിട്ടും ഇതുവരെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. ഇത് കാരണം വിരമിച്ച അധ്യാപകരുടെ ഒഴിവുകളിലേക്കും അധ്യാപകർ രാജിവെച്ച ഒഴിവുകളിലേക്കും പുതിയ നിയമനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് കഴിയാത്ത അവസ്ഥയാണ്. ആവശ്യമായ യോഗ്യതകളെല്ലാം ഉണ്ടായിട്ടും സർക്കാർ തലത്തിൽ ചുവപ്പ് നാട കാരണം ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ആശങ്കയോടെ കാത്തിരിക്കുന്നത്. ശബരിമലയിലെ തീർത്ഥാടന സംവിധാനം കൂടുതൽ സാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ഓൺലൈൻ ബുക്കിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനൊപ്പം തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ ശക്തമാക്കാനും AI ക്യാമറകൾ സ്ഥാപിക്കും. തീർത്ഥാടകർക്ക് വേഗത്തിലും സുരക്ഷിതമായും ദർശനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ക്ഷേത്രത്തിലും അനുബന്ധ കേന്ദ്രത്തിലുമുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വ്യാപിപ്പിക്കാനും ബോർഡ് പദ്ധതിയിടുന്നുണ്ട്. വഴിപാടുകൾ, പ്രസാദം, മറ്റു സേവനങ്ങൾ എന്നിവയ്ക്കുള്ള പണം ഇടപാടുകൾ കൂടുതൽ ഡിജിറ്റലാക്കും. പണം ഇടപാടുകളെക്കുറിച്ച് സുതാര്യതയും സൗകര്യവും വർദ്ധിപ്പിക്കാനാണ് നീക്കം. അടുത്ത മണ്ഡല മകരവിളക്ക് തീർത്ഥാടന സീസണിന് മുമ്പായി പുതിയ സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കാനാണ് ലക്ഷ്യം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.